ഇസ്രയേലിൻ്റെ സൈനിക മേധാവിത്വം ഉറപ്പാക്കുക എന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വിദേശ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളിലൊന്നാണ്. ഇതിനെ ഔദ്യോഗികമായി ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് എന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത് തന്നെ. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. എണ്ണം കൊണ്ട് അറബ് രാജ്യങ്ങൾ മുന്നിലാണെങ്കിലും സാങ്കേതിക വിദ്യ കൊണ്ടും ആയുധ ശക്തി കൊണ്ടും ഇസ്രായേൽ എപ്പോഴും മേഖലയിൽ മുന്നിൽ നിൽക്കണം എന്നത് അമേരിക്ക നിയമം വഴി തന്നെ ഉറപ്പുവരുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ വാദത്തെ പിന്തുണക്കുന്ന പ്രധാന കാരണങ്ങളും അതിനോടൊപ്പം അമേരിക്കക്കുള്ള മറ്റു താല്പര്യങ്ങളും എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഇസ്രായേലിൻ്റെ അജയ്യത ഉറപ്പാക്കൽ തന്നെയാണ്. ഇതിനായി F-35 യുദ്ധവിമാനങ്ങൾ പോലുള്ള ഏറ്റവും പുതിയ സൈനിക സാങ്കേതിക വിദ്യകൾ അമേരിക്ക ഇസ്രായേലിന് നൽകുന്നു. ഇത് കൂടാതെ പ്രതിവർഷം ശതകോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള വേദികളിൽ ഇസ്രായേലിനെതിരെയുള്ള നീക്കങ്ങളെ വീറ്റോ അധികാരം ഉപയോഗിച്ച് അമേരിക്ക പ്രതിരോധിക്കുന്നു. ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത് ഒരു പ്രധാന ലക്ഷ്യമാണെങ്കിലും അമേരിക്കൻ മിലിറ്ററിയുടെ സാന്നിധ്യത്തിന് പിന്നിൽ മറ്റു ചില വലിയ തന്ത്രപരമായ അജണ്ടകൾ കൂടിയുണ്ട്. അത് അമേരിക്കയുടെ ചില സ്വന്തം താല്പര്യങ്ങൾ കൂടിയാണ്. എണ്ണ വ്യാപാരത്തിന്റെ സുരക്ഷ, പെട്രോ ഡോളറിന്റെ നിലനിൽപ്പ്, ആഗോള സാമ്പത്തിക ഭദ്രത എന്നിവ അമേരിക്കക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ, UAE, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധവും അമേരിക്കക്ക് വളരെ പ്രധാനമാണ്. ചൈനയുടെ സാമ്പത്തിക വളർച്ചയും റഷ്യയുടെ സൈനിക സാന്നിധ്യവും മിഡിൽ ഈസ്റ്റിൽ വർദ്ധിക്കുന്നത് തടയുക എന്നത് അമേരിക്കയുടെ മറ്റൊരു വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ ഒരു അജയ്യ ശക്തിയായി നിലനിർത്തുക എന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയത്തിന്റെ ഹൃദയഭാഗമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇസ്രയേൽ ഈ മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ സൈനിക പങ്കാളിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സ്വന്തം സാമ്രാജ്യത്വ സാമ്പത്തിക ആധിപത്യം നിലനിർത്തുക എന്നതും അവരുടെ ലക്ഷ്യം തന്നെയാണ്. അമേരിക്കയുടെ ആണവ നയങ്ങളിൽ നിലനിൽക്കുന്ന പ്രധാന ഇരട്ടത്താപ്പുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. NPT കരാറിലെ വിവേചനമാണ് ഒന്നാമത്തേത്. 1968 ആണവ വ്യാപന നിരോധന കരാർ പ്രകാരം 1967 ജനുവരി 1 മുമ്പ് ആണവായുധം പരീക്ഷിച്ച 5 രാജ്യങ്ങൾക്ക് അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് ഇവർക്ക് മാത്രമേ ആണവ ശക്തികളായി തുടരാൻ അനുമതിയുള്ളൂ. കരാർ അനുസരിച്ച് ഈ 5 രാജ്യങ്ങളും ക്രമേണ തങ്ങളുടെ ആണവായുധങ്ങൾ നശിപ്പിച്ചു കളയണമെന്ന് വ്യവസ്ഥയുണ്ട്. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആണവായുധ ശേഖരം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല അത് കൂടുതൽ ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നു. മറ്റു രാജ്യങ്ങൾ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് ഇവർ തടയുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഇസ്രായേലിനോടും ഇറാനോടുമുള്ള വ്യത്യസ്ത നിലപാടുകളാണ്. ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവർക്ക് വൻ ആണവായുധ ശേഖരമുണ്ടെന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇസ്രായേൽ NPT കരാറിൽ ഒപ്പുവെച്ചിട്ടുമില്ല. എന്നിട്ടും അമേരിക്ക ഇസ്രായേലിന് വൻതോതിൽ സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും അന്താരാഷ്ട്ര പരിശോധനകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ NPTയിൽ ഒപ്പുവെച്ച തങ്ങളുടെ ആണവ പദ്ധതി ഊർജാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് അവകാശപ്പെടുന്ന ഇറാനെതിരെ അമേരിക്ക കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അധിനിവേശ ശക്തികളുടെ ഇരട്ടത്താപ്പിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണിത്. NPTയിൽ ഒപ്പുവെക്കാത്ത ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ആദ്യം ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക പിന്നീട് തന്ത്രപരമായ ആവശ്യങ്ങൾക്കായി ഇന്ത്യയുമായി 2008 ചരിത്രപരമായ സിവിൽ ആണവ കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ ഇതേ മാനദണ്ഡമല്ല പാകിസ്ഥാനോടും ഉത്തര കൊറിയയോടും അമേരിക്ക സ്വീകരിച്ചത്. തങ്ങളുടെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അമേരിക്ക ആഗോള നിയമങ്ങളിൽ വെള്ളം ചേർക്കുന്നതിന്റെ വ്യക്തമായ മറ്റൊരു ഉദാഹരണമാണിത്. ലോക ചരിത്രത്തിൽ ഇതുവരെ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിച്ച ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. 1945 ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അവർ അണുബോംബിട്ടത് ഇന്നും മറക്കാനാവാത്ത മുറിവുകളായി ലോകത്ത് നിലനിൽക്കുന്നു. ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുകയും ഭരണകൂടങ്ങളെ തകർക്കുകയും അവരുടെ സാമ്പത്തിക വ്യവസ്ഥ നശിപ്പിച്ച് പട്ടിണിയിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്യുന്ന പാശ്ചാത്യ സഖ്യകക്ഷികൾ ലോകത്തെ ഏറ്റവും വലിയ ആണവായുധ ശേഖരങ്ങളും ഏറ്റവും അത്യാധുനികമായ ആണവ സജ്ജീകരണങ്ങളും അവരുടെ കൈകളിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു എന്നത് തികച്ചും വിരോധാഭാസമാണ്. ചുരുക്കത്തിൽ
സ്വന്തം സഖ്യകക്ഷികൾ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ കണ്ണടക്കുകയും തങ്ങളുടെ ശത്രു രാജ്യങ്ങൾക്കോ എതിരാളികൾക്കോ നേരെ അന്താരാഷ്ട്ര നിയമങ്ങളും ഉപരോധങ്ങളും ശക്തമായി പ്രയോഗിക്കുകയും ചെയ്യുന്നു എന്നതാണ് അമേരിക്കൻ ആണവ നയത്തിനെതിരെയുള്ള പ്രധാന വിമർശനം. മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.